നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജില്ലയിൽ കനത്ത മഴ തന്നെയാണ് പെയ്തിറങ്ങുന്നത്. പല മേഖലകളിലും റെഡ് അലർട്ടിന് സമാനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ യെല്ലോ അലർട്ടുമായി മറ്റ് ജില്ലകളിലും മഴ ശക്തമായി തന്നെ പെയ്തിറങ്ങുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ളൊരു സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും എലിപ്പനിക്കെതിരെ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ ഇറങ്ങുകയോ കുളിക്കുകയോ കളിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത് എന്നും കൈകാലുകളും മുഖവും അതിൽ കഴുകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എലി, അണ്ണാൻ, പൂച്ച, പട്ടി, മുയൽ, കന്നുകാലികൾ തുടങ്ങിയവയുടെ വിസർജ്യങ്ങൾ കലർന്ന ജലവുമായി സമ്പർക്കമുണ്ടാകുന്നത്, രോഗാണു കലർന്ന ആഹാരവും വെള്ളവും ഉപയോഗിക്കുന്നതുമൊക്കെ എലിപ്പനിക്ക് കാരണമായി മാറും. ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുന്നവർ, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, മാധ്യമപ്രവർത്തകർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഓടകളിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ, മൃഗങ്ങളെ പരിപാലിക്കുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി രോഗസാധ്യത ഏറ്റവും കൂടുതലായി ഉണ്ടാകാൻ സാഹചര്യമുള്ളവർ നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നായിട്ടുള്ള ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്സിസൈക്ലിൻ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി തന്നെ ലഭിക്കും. അതൊഴിവാക്കരുത്. രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ കയ്യുറയും കാലുറയും ധരിക്കുന്നത് അഭികാമ്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ സംസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി തന്നെ ഉപയോഗിക്കുക. അവൽ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയുള്ള സാഹചര്യത്തിൽ തയ്യാറാക്കിയവ മാത്രം വേണം ഉപയോഗിക്കേണ്ടത്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. ശീതളപാനീയ കുപ്പികളും പാക്കറ്റുകളും കുടിവെള്ള കുപ്പികളും മറ്റു ഭക്ഷണ പാക്കറ്റുകളും എലി കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്താൻ കച്ചവടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം പാക്കറ്റുകളും കുപ്പികളും വൃത്തിയാക്കിയ ശേഷം പൊട്ടിച്ചുപയോഗിക്കാനും ശ്രദ്ധിക്കുക. പനി, തലവേദന, കാലുകളിലെ പേശികളിൽ വേദന, കണ്ണിന് മഞ്ഞ, ചുവപ്പ് നിറം, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് കടുത്ത നിറം എന്നിവയാണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. പനിയോടൊപ്പം മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കൂടി കണ്ടാൽ എലിപ്പനി ഉറപ്പായും സംശയിക്കാം. അത് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് രോഗം വരാതിരിക്കാൻ പ്രതിരോധിക്കുന്നത്. രോഗം ഇനി ഗുരുതരമായാൽ മരണം പോലും സംഭവിക്കാം. രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ പനി അനുഭവപ്പെട്ടാൽ ഉടനടി തന്നെ ചികിത്സ തേടേണ്ടതാണ്. ഡോക്ടറോട് ജോലി ചെയ്ത ഇടത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യണം. അസുഖ വിവരം അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക. സ്വയം ചികിത്സ ഒരു കാരണവശാലും പാടില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും വിശ്രമമാണ് ഈ സാഹചര്യത്തിൽ വേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.